നമസ്കാരം. 2021 ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത്. കരസേനയിലെ ലെഫ്റ്റനൻ്റ് ആയിരുന്ന സാമുവൽ കമലേശൻ എന്നൊരു ക്രിസ്ത്യൻ വിശ്വാസിയായിട്ടുള്ള ഒരാളെ കരസേന പിരിച്ചുവിടുന്നു. അതിൻ്റെ കാരണം അച്ചടക്ക ലംഘനമാണ്. പട്ടാളത്തിൽ നമുക്കറിയാമല്ലോ, അച്ചടക്കത്തിന് അവിടെ പരമപ്രധാനമായിട്ടുള്ളൊരു സംഗതിയാണ് അച്ചടക്കം. ആ അച്ചടക്കമില്ലായ്മ കാണിച്ചാൽ പിന്നെ അവർ പട്ടാളത്തിൽ വെച്ചുകൊണ്ടിരിക്കുകയില്ല, പുറത്താക്കും. ഇയാളെ പുറത്താക്കിയപ്പോൾ അയാൾ വെറുതെ അങ്ങ് പുറത്താക്കുകയല്ല ചെയ്തത്. അയാൾക്ക് പിന്നെ പെൻഷനുമില്ല, മറ്റ് യാതൊരു ആനുകൂല്യമില്ല. സ്പോട്ടിൽ തന്നെയാണ് അയാളെ ഡിസ്മിസ് ചെയ്തത്. അതിൻ്റെ കാരണം ഇയാളൊക്കെ അടങ്ങുന്ന സംഘത്തെ ഒരു ഗുരുദ്വാരയിൽ ഡ്യൂട്ടി കിട്ടും. പക്ഷേ ഇയാൾക്ക് അവിടെ ജോലി ചെയ്യാൻ താല്പര്യമില്ല. അതിന് അയാൾ പറഞ്ഞ ന്യായം, ഈ ഗുരുദ്വാരയിൽ അയാൾക്ക് ഡ്യൂട്ടി ചെയ്യേണ്ടി വന്നാൽ അവരുടെ വിശ്വാസത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാവേണ്ടി വരും, അല്ലെങ്കിൽ അവരുടെ ആരാധനാക്രമത്തിൻ്റെ പറ്റേണ്ടി വരും. അതെൻ്റെ വിശ്വാസമനുസരിച്ച് എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പട്ടാളത്തിൽ അച്ചടക്ക ലംഘനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ശിക്ഷ ഗുരുതരമായിരിക്കും. അത് തന്നെ അവിടെ സംഭവിച്ചു. ഇയാളെ പട്ടാളത്തിൽ നിന്ന് പുറത്താക്കി. അയാൾ ഡൽഹി ഹൈക്കോടതിയിൽ ഇതിനെതിരെ കേസുമായിട്ട് പോയി. ഹൈക്കോടതി ഈ കേസ് പഠിച്ചതിന് ശേഷം പറഞ്ഞു, ഒരു പട്ടാളക്കാരനായിരിക്കാനുള്ള മിനിമം യോഗ്യത നിങ്ങൾക്കില്ല. പട്ടാളം ഒരു മതേതര സംവിധാനമാണ്. അവിടെ നിങ്ങൾ ക്രിസ്ത്യാനി ആവട്ടെ, മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, പാഴ്സി ആവട്ടെ, ബുദ്ധനാവട്ടെ, ജൈനനാവട്ടെ, ഏത് മതസ്ഥനും ആയിക്കോട്ടെ, പട്ടാളത്തിലായി അവിടെ സേവനം അനുഷ്ഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു ക്ഷേത്രത്തിൽ കൊണ്ട് അവിടെ ഇട്ടാലും, ഇനി പള്ളിയിലാണെങ്കിലും മോസ്കിലാണെങ്കിലും മറ്റേത് ആരാധനാലയത്തിൽ നിങ്ങളെ ഡ്യൂട്ടിക്ക് കൊണ്ടിട്ടാലും നിങ്ങൾ അത് ചെയ്തിരിക്കണം. അല്ലാതെ എൻ്റെ വിശ്വാസം അത് അനുവദിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. തൻ്റെ സഹപ്രവർത്തകരായ സിഖുകാരുടെ മതവിശ്വാസത്തെ ബഹുമാനിക്കാൻ തയ്യാറാവാത്ത, ഇവിടെ ഇയാൾ ആരാധിക്കണമെന്നൊന്നും പറയുന്നില്ല, അതിനെ വിശ്വസിക്കണം എന്നും പറയുന്നില്ല, പക്ഷേ ബഹുമാനിക്കാൻ പോലും താല്പര്യമില്ലാത്ത ഒരാളെ പട്ടാളത്തെ പിന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതി തള്ളി. അതിനുശേഷം അയാൾ സുപ്രീം കോടതിയിൽ പോയി. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ വിധി വന്നു. പക്ഷേ രസകരമായിട്ടുള്ള കാര്യം, നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഏത് തരത്തിലാണ് അത് നമ്മളെ അറിയിച്ചു തരുന്നതാണ്. മീഡിയ വൺ എന്ന് പറഞ്ഞൊരു വിഷ ചാനലുണ്ട്, ഒരു വിഷ ചാനൽ. ജിഹാദി ദാവൂദ് എന്ന് പറഞ്ഞ ജിഹാദിയാണ് അത് എൻ്റെ തലപ്പത്തിരിക്കുന്നത്. അവർ കൊടുത്ത വാർത്തയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവർ കൊടുത്ത വാർത്തയിൽ ഗുരുദ്വാര എന്നത് ക്ഷേത്രമായി, ക്ഷേത്രപൂജയായി. ക്ഷേത്രപൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ പട്ടാളക്കാരനായി. ഉദ്ദേശം വളരെ വ്യക്തമാണ്, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഈ രീതിയിലാണ് അവർ വാർത്ത കൊടുത്തത്. മാതൃഭൂമി പക്ഷേ ഉള്ള കാര്യം അവർ ഹെഡിങ്ങിൽ തന്നെ കൊടുത്തു. പക്ഷേ അപ്പോഴും അത് കാണുമ്പോൾ നമുക്ക് തോന്നുക സുപ്രീം കോടതി ശരിയല്ലല്ലോ, അല്ലെങ്കിൽ പട്ടാളം ശരിയല്ലോ എന്നൊരു ഫീലാണ് നമുക്ക് തന്നെ. യഥാർത്ഥത്തിലുള്ള വാർത്ത അത് അകത്ത് കയറി വായിച്ചാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഇത്തരം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്താ തലക്കെട്ടുകളാണ് നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ. അതിൽ ഏറ്റവും കുത്തിത്തിരിപ്പ് നടത്തിയത് ഈ ദാവൂദിൻ്റെ ഈ മീഡിയ വണ്ണാണ്. അവർ ഈ ഗുരുദ്വാര എന്നുള്ളത് മാറ്റിയിട്ട് ക്ഷേത്രമാക്കി, ക്ഷേത്രപൂജയാക്കി കളഞ്ഞു. ഉദ്ദേശം നമുക്കറിയാം, മലയാളത്തിൽ കൊടുത്തു കഴിയുമ്പോൾ ഇപ്പം ഈ ക്രിസ്ത്യാനിയെയും ഹിന്ദുക്കളെയും തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുക, ഇത് തന്നെയാണ് ഉദ്ദേശം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പൂട്ടിക്കെട്ടി കണ്ടം വഴി ഓടിക്കേണ്ട സമയം കഴിഞ്ഞു. കേന്ദ്ര സർക്കാരൊക്കെ ഒരുപക്ഷെ അവർക്ക് ഭാഷാപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അറിയാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് കൃത്യമായിട്ടൊക്കെ അവരെ അറിയിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ പൂട്ടിക്കെട്ടിയതാണിത്. ഇവനെയൊക്കെ ഈ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് തലവെക്കാൻ സമ്മതിക്കരുത് ഇതുപോലുള്ളവന്മാരെ. ശരി, ഇത്രയുമാണ് കഴിഞ്ഞ ദിവസം നടന്ന സംഭവം. ഇനി ഞാൻ വേറൊരു കാര്യം പറയാം. അത് കഥയൊന്നുമല്ല കേട്ടോ, നടന്ന സംഭവമാണ്. നമ്മുടെ ഇടയിൽ, നമ്മുടെ മലയാളിയായിട്ട് തന്നെ ആ വ്യക്തി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. മനീഷ് എന്ന് പറഞ്ഞ NSG കമാൻഡോയാണ്. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നു. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഈ 2008 നമ്മുടെ മുംബൈ ഭീകരാക്രമണ സമയത്ത് ആ ഭീകരന്മാരോട് നേരിട്ട് ഏറ്റുമുട്ടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ തലയോട്ടിയിൽ ഇപ്പോഴും ഈ ഗ്രനേഡിൻ്റെ ചില ചീളുകളും മറ്റുണ്ട്. അത് ഓപ്പറേറ്റ് ചെയ്തെടുത്ത് കളയാൻ പറ്റില്ല, വേറെ പ്രശ്നമൊക്കെ ഉണ്ട്. കുറേ കാലം അദ്ദേഹം കോമ സ്റ്റേജിലൊക്കെയാണ്. പിന്നീട് അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അഭിമാനപൂർവ്വം തന്നെ അദ്ദേഹം NSG എന്നൊക്കെ വിരമിക്കുകയൊക്കെ ചെയ്തു. ഇപ്പോൾ അദ്ദേഹം വീട്ടിലുണ്ട്. അപ്പോൾ അദ്ദേഹം കുറച്ച് നാളിന് മുമ്പ് നമ്മുടെ സന്തോഷ് ജോർജ് കുളകര അദ്ദേഹത്തിൻ്റെ സഫാരി ചാനലിൽ ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം, ഞാനത് മുമ്പ് കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം വീണ്ടും ഒന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിനോട് ഈ സന്തോഷ് ജോർജ് കുളകര ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ പട്ടാളക്കാരനായിട്ട് തുടങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട്, കഠിന പ്രയത്നം കൊണ്ടുമാണ് NSG കമാൻഡോ ആയത്. അപ്പോൾ 10,000 പേരിലൊക്കെ ഒരാൾക്ക് മാത്രം, അല്ല 10,000 50,000 1 ലക്ഷം പേരിലൊക്കെ ഒരാൾക്ക് മാത്രം സാധ്യമാവുന്ന അപൂർവ അവസരവും ഭാഗ്യമൊക്കെയാണ് NSG കമാൻഡോ ആവുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം ഇല്ലാതെ പട്ടാളക്കാരൻ ഒരു വ്യക്തിയാണ്. അതും അദ്ദേഹം അവിടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പട്ടാളക്കാരനാവാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ പട്ടാളത്തിൽ എത്തിയതിന് ശേഷം അദ്ദേഹം പിന്നെ അതുമായിട്ട് വളരെ വേഗം പൊരുത്തപ്പെട്ടു. കഠിനമായിട്ടുള്ള പ്രയത്നം, അദ്ദേഹത്തിൻ്റെ മികവ്, ഇതൊക്കെ കൊണ്ടാണ് NSG കമാൻഡോ വരെയായത്. അപ്പോൾ NSG കമാൻഡോയ്ക്ക് മറ്റുള്ള പട്ടാളക്കാരെക്കാൾ കൂടുതൽ കുറച്ച് ഈ മറ്റ് ആനുകൂല്യങ്ങളും ശമ്പളമൊക്കെ കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് മനീഷിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്? ഈ കൂടുതലായിട്ട് കിട്ടുന്ന ശമ്പളമാണോ, മറ്റെന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ മനീഷ് സന്തോഷ് ജോർജിനോട് പറയുന്നുണ്ട്, അതൊന്നുമല്ല, ആ യൂണിഫോം ഇട്ടിട്ട് നിൽക്കുമ്പോഴുള്ള അഭിമാന ഗർവുണ്ടല്ലോ, അതിന് പകരം വെക്കാനൊന്നുമില്ല എന്ന് അദ്ദേഹം വളരെ അഭിമാനത്തോടെ പറയുന്ന ഒരു നിമിഷമുണ്ട്. അത് കണ്ടിട്ടില്ലെങ്കിൽ കാണണം, നിങ്ങൾക്ക് അത് നേരിട്ട് തന്നെ കാണാൻ പറ്റും. പിന്നീട് അവിടം വരെ എത്തുമ്പോഴുള്ള കഠിനമായിട്ടുള്ള പരിശീലനത്തെ പറ്റി സന്തോഷ് ജോർജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, സാധാരണ പട്ടാളക്കാരന് തന്നെ കഠിനമായിട്ടുള്ള പരിശീലനങ്ങളുണ്ട്. അതുപോലെ തന്നെ NSGയിലേക്കൊക്കെ വരുമ്പോൾ
അതിലും അതികഠിനമായിരിക്കും. എല്ലാം ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹം ആദ്യം തന്നെ പറയുന്നുണ്ട്, എല്ലാം ഒന്നും എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഞങ്ങളുടെ നിയമങ്ങൾ അങ്ങനെയാണ്. കുറച്ചൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു കാട്ടിലേക്ക് ഒറ്റയ്ക്ക് 6 ദിവസം ഭക്ഷണമില്ല, വെള്ളമില്ല, ഇറക്കി അങ്ങ് വിടും കാട്ടിലേക്ക്. ഈ 6 ദിവസം കഴിഞ്ഞിട്ട് സർവൈവ് ചെയ്ത് തിരിച്ചു വരണം, അതിജീവിച്ച് തിരിച്ചു വരണം. അപ്പോൾ കാട്ടിനകത്ത് കിട്ടുന്ന കായ്കനികളോ വെള്ളമോ ഒക്കെ കഴിച്ചിട്ട് വേണം ഈ 6 ദിവസവും ഒറ്റയ്ക്ക് കഴിയാൻ. അങ്ങനെ തിരിച്ചു വരണം. അതൊന്ന്. മറ്റൊന്ന്, അവരുടെ നമുക്കറിയാം, അവരുടെ ബാഗും അവരുടെ ആയുധങ്ങളും, വലുതും ചെറുതുമായിട്ടുള്ള ആയുധങ്ങൾ, ഗ്രാനേഡ്, ഭക്ഷണം, ഇതൊക്കെ എല്ലാം കൂടി ഒരു 27-28 കിലോളം തൂക്കമുള്ള സാധനങ്ങൾ അവർ ഓൾറെഡി തന്നെ ശരീരത്ത് വഹിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ഭാരത്തിൻ്റെ കൂടെ ഒരു 80 കിലോ ഉള്ള ഒരു മനുഷ്യനെ കൂടി തോളത്ത് വെച്ചു ചുമന്നുകൊണ്ട് കിലോമീറ്ററുകൾ ഓടണം. അപ്പോൾ അദ്ദേഹം ആ ട്രെയിനിങ്ങിൻ്റെ സമയത്തൊക്കെ അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഇത്രയും ഒരു 100 കിലോയ്ക്ക് മുകളിലുള്ള സംഭവം കൊണ്ട് എന്തിനാണ് ഓടുന്നതെന്നൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹം തോന്നിയിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ അന്നത്തെ ആ ഒരു തോന്നൽ വളരെ മണ്ടത്തരമാണ്, പിന്നീട് അത് എന്തിനാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഈ മുംബൈയിലെ ഈ ഭീകരാക്രമണ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ തലയോട്ടിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രനേഡ് പൊട്ടി അദ്ദേഹം ബോധരഹിതനാവുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈസ് ഊഹിക്കാമല്ലോ. അദ്ദേഹത്തിനെയും തോളിലെടുത്തുകൊണ്ട് എത്രയോ നിലയിൽ നിന്ന് താഴോട്ട്, ആ ഹോട്ടൽ അറിയാമല്ലോ, മുംബൈയിലെ ഹോട്ടലിൽ നിന്ന് താഴോട്ട് ഓടി ഇറങ്ങിയത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു ട്രെയിനിങ് കിട്ടാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും നടക്കില്ലത്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എൻ്റെ തന്നെ ജീവൻ രക്ഷിക്കാൻ കാരണമായി ഞങ്ങളുടെ ആ ട്രെയിനിങ്. ഇതെല്ലാം ഓക്കെയാണ്, ഇതൊക്കെ നമുക്ക് ഈ എന്താ പറയുക, അത്ഭുതത്തോടെ ആകാംക്ഷയോടെ കേട്ടിരിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ അടുത്തൊരു കാര്യം പറയുമ്പോൾ സന്തോഷ് ചോദ്യകുളങ്ങരയുടെ തന്നെ മുഖം ഒരു വല്ലാതാവുന്നു. സെപ്റ്റിക് ടാങ്കിൻ്റെ മൂടി മാറ്റിയിട്ട് അതിനകത്ത് ഇറക്കി നിർത്തും. സെപ്റ്റിക് ടാങ്കിനകത്ത് ഇറക്കി നിർത്തും. 5-10 മിനിറ്റുകളല്ല, മണിക്കൂറുകൾ. അതായത് ഒരു കമാൻഡോയുടെ മാനസികാവസ്ഥ ഏതവസ്ഥയോടും പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, ഒരു ഓപ്പറേഷനിടയിൽ ഇപ്പം ഒളിക്കാനോ അല്ലെങ്കിൽ മറഞ്ഞു നിൽക്കാനുള്ള യാതൊന്നുമില്ല എന്ന് തന്നെ വെക്കുക. അപ്പോൾ അവിടെ ഒരു സെപ്റ്റിക് ടാങ്ക് ആണ് കാണുന്നതെങ്കിൽ അതിനകത്ത് ഇറങ്ങി നിന്നിട്ടാണെങ്കിലും സ്വന്തമായിട്ട് അതിജീവിച്ചോണം, അതിനൊപ്പം തന്നെ എതിരാളിയെ വകവരുത്തുകയും വേണം. അതിനുള്ള പരിശീലനമാണ്. അപ്പോൾ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല ഇതുപോലെ ഈ സെപ്റ്റിക് ടാങ്കിനകത്ത് ഇറങ്ങി നിൽക്കുക എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു NSC കമാൻഡോയാണ്, സാധാരണ പട്ടാളക്കാരനായി തുടങ്ങി അവിടം വരെ എത്തിയ ആളാണ്. അപ്പോൾ എത്രമാത്രം കഠിനമായ വഴിയിലൂടെയാണ് ആ മനുഷ്യൻ അവിടം വരെ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് നേരെ കാണുന്ന വാർത്ത ഇതാണ്: ഗുരുദ്വാരയിൽ ജോലി ചെയ്യാൻ വിസമ്മതിച്ച പട്ടാളക്കാരനെ പിരിച്ചുവിട്ടു എന്ന വാർത്തയാണ് നമ്മൾ കാണുന്നത്. എങ്ങനെ വരും എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇവനൊന്നും പട്ടാളത്തിലിരിക്കാനുള്ള യാതൊരു യോഗ്യതയില്ല. ഇവനൊക്കെ ചെയ്യേണ്ടത് പണി വല്ല പാസ്റ്ററിൻ്റെയും പണിയാണ്. ആ പണിക്ക് പോകുക എന്നേ ഇവനോടൊക്കെ പറയാനുള്ളൂ. എന്തായാലും ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കൊക്കെ ഈ ഒരു മികച്ച തീരുമാനമെടുത്തതിൽ ഒരു സല്യൂട്ട് കൊടുത്തേ പറ്റൂ. അത് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ വാർത്തയും തലക്കെട്ടും കൊടുത്ത മാധ്യമങ്ങളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഡാഷ് മക്കളൊന്നും ഒരു കാലത്ത് നന്നാവാനും പോലില്ല.